ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല അടിപൊളി റെഡ് സോസ് പാസ്ത ഉണ്ടാക്കാം കേട്ടോ. അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പാസ്ത ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു വലിയൊരു കുക്കറോ അല്ലെങ്കിൽ വലിയൊരു ചരുവത്തിനകത്ത് നമ്മൾ കുറേ വെള്ളം വയ്ക്കുക. അതിൻ്റെ അകത്ത് ഉപ്പ് നമ്മൾ കുറച്ച് കൂടുതൽ നക്കി നോക്കുമ്പോൾ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കണം. ആ രീതിയിൽ നക്കി നോക്കുമ്പോൾ ഉപ്പ് മുമ്പോട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പാസ്ത ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പാക്കറ്റ് 400 ഗ്രാമിൻ്റെ പാസ്തയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നീളമുള്ള പാസ്ത. അത് ഒരു 10-15 മിനിറ്റ് വേവിച്ച് നമ്മൾ ഊറ്റി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കടിച്ചു നോക്കുമ്പോൾ നമ്മൾ ഇത് വെന്തോന്ന് അറിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പൂൺ വെച്ച് ജസ്റ്റ് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ അത് മുറിയും. അപ്പോൾ അത് അല്ലെങ്കിൽ ഒരെണ്ണം എടുത്ത് നമ്മൾ ചവച്ച് നോക്കുക. പിന്നെ അതിൻ്റെ അകത്ത് 1/2 കിലോ തക്കാളി ഞാനിതുപോലെ ഒന്ന് 4ആയിട്ട് മുകളിൽ നിന്ന് മുറിച്ചിട്ട് മൈക്രോവേവ് ചെയ്തേക്ക്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിച്ചിട്ട് അതിൻ്റെ തൊലി കളഞ്ഞ് മിക്സിയുടെ ജാറിൽ നമ്മൾ ഒന്ന് അടിച്ച് അത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞ് മാറ്റി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് നമ്മളൊരു പാൻ എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് 4 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമുക്കിതിൻ്റെ അകത്ത് ഒലിവ് ഓയിലാണ് കേട്ടോ വേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലാത്തതാണ് സൺഫ്ലവർ ഓയിൽ ഇട്ടു. അതിൻ്റെ അകത്ത് ഒരു 2 ടേബിൾ സ്പൂണോളം ഗാർലിക് വെളുത്തുള്ളി കൊത്തി ചെറുതായിട്ട് അരിഞ്ഞത് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുത്ത് അതൊന്ന് വഴണ്ട് വന്നപ്പോൾ 2 ചെറിയ സവോള അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തു. അതും ഒന്ന് നല്ല പോലെ ഒന്ന് വഴണ്ടിട്ട്, അങ്ങനെ മൂക്കൊന്നും വേണ്ട, പക്ഷേ ഒന്ന് വഴണ്ട് കിട്ടണം കേട്ടോ. ആ വഴണ്ട് കിട്ടാനായിട്ട് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു 1.5 to 2 ടീസ്പൂൺ കശ്മീരി റെഡ് ചില്ലി പൗഡർ ഇത്തിരി വെള്ളത്തിൽ കലക്കി വയ്ക്കുക. എന്നുവെച്ചാൽ ഇതൊന്ന് മൂത്ത് വരുമ്പോൾ അതിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് പയ്യെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ കരിയൊന്നും വേണ്ട. മൂത്തപ്പോഴത്തേക്ക് ഞാൻ ആ പേസ്റ്റ് കലക്കിയത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വെള്ളത്തിൽ കലക്കുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കരിഞ്ഞു പോവില്ല. അല്ലെങ്കിൽ നമ്മൾ ഈ ചൂടെണ്ണയിലിടുമ്പോൾ തന്നെ മുളക് പൊടി കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല വഴണ്ട് കിട്ടും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ടെക്നിക്കാണ്. അത് കഴിഞ്ഞ് ഞാനൊരു ടീസ്പൂൺ 1.5 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാട്ടോ. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇതിൻ്റെയൊക്കെ അളവുകൾ കൂട്ടാട്ടോ, ഇഷ്ടമനുസരിച്ച് കൂട്ടാം. ഞങ്ങളൊരു മീഡിയം എരിവ് കഴിക്കുന്ന ഫാമിലിയാണ്. അത് കാരണം ഞങ്ങൾ ഇത്രയും മതി ഞങ്ങൾക്ക്. അതിൽ കൂടുതലായ എരിവ് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വഴണ്ടതിന് ശേഷം തക്കാളി അടിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുത്തു കേട്ടോ. അതും ഒന്ന് ഒരു 5 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇട്ട് കൊടുത്തു. അത് നല്ലൊരു ഫ്ലേവറാട്ടോ, മിസ് ചെയ്യരുതേ. അത് കഴിഞ്ഞ് ആ ടേസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പും ആ ടൊമാറ്റോ കെച്ചപ്പിന് ഒരു മധുരമൊക്കെ കിട്ടും. അഥവാ മധുരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടുകയാണെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ, പഞ്ചസാര. അപ്പോൾ എൻ്റെ കയ്യിലെല്ലാം പാകമായിരുന്നു. അപ്പോൾ ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന സോസ് അതിൻ്റെ അകത്തോട്ടിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്ത, ഇങ്ങനത്തെ നീളമുള്ള പാസ്ത എടുക്കുന്നതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ അകത്ത് ഇതിൻ്റെ ഹോളോ ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരു 10 മിനിറ്റ് വേവിക്കും. കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ആ വേവിക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തോട്ട് സോസ് കയറി പിടിക്കും. പിന്നെ ഇത് റിബ്ഡാണ്, അത് കാരണം മുകളിലും ആ സോസ് ഒന്ന് പിടിച്ചിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. ആക്കവും പുറവും ഒക്കെ കോട്ടായി കിട്ടും നമുക്ക് സോസ് കൊണ്ട്. അപ്പോഴതിൻ്റെ റിയൽ ടേസ്റ്റ് വരുന്നത്. എന്ത് ടേസ്റ്റാണെന്നറിയാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇങ്ങനെയൊന്ന്. അപ്പോൾ ഇത് ഒന്ന് ഇങ്ങനെ എല്ലായിടും ആയതിന് ശേഷം ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചൂട് വെള്ളം ഒഴിക്കാവുള്ളൂ, തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് കളയരുത് കേട്ടോ. ഇപ്പോൾ ചൂട് വെള്ളം ഞാൻ കെറ്റിൽ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവശ്യത്തിന്, ഒരുപാടൊന്നും വേണ്ട, ഒരു 3/4 കപ്പ് ടു 1 കപ്പ്, അത് നമുക്ക് അറിയാൻ പറ്റും. അത് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അത് ചാറൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുമ്പോൾ നമ്മൾക്ക് ആവശ്യത്തിന് ചീസ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇതിൻ്റെ അകത്ത് ഇടേണ്ട ചീസ് പാർമേസാൻ ചീസൊക്കെയാണ്. ആ കുന്തോന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ സാധാ നമ്മുടെ പ്രോസസ് ചീസ് ഉണ്ടല്ലോ, അമൂലിൻ്റെയും മിൽക്കി മിസ്റ്റിൻ്റെയും, അതിട്ട് കൊടുത്താലും മതി. നമുക്ക് അഡ്ജസ്റ്റൊക്കെ ചെയ്യാം അതൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക.
ഇപ്പോൾ ഒരുപാട് റിച്ച് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ചീസൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു മീഡിയം രീതിയിലെ ചീസ് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ചീസും കൂടി ഇട്ട് നമ്മളതൊന്ന് നല്ലപോലെ ഇളക്കി ഇങ്ങനെ കുഴഞ്ഞ പരുവത്തിൽ. പക്ഷേ ഇത് ചൂടായിട്ടാണ് കേട്ടോ കഴിക്കേണ്ടത്. തണുക്കാൻ ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. സെർവ് ഇങ്ങനെ ചൂടായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തോട്ട് കുറച്ച് പ്രോസസ് ചീസും കൂടി അങ്ങോട്ട് സ്ക്രേപ്പ് ചെയ്തിട്ടിട്ട് അങ്ങ് ചൂടായിട്ട് ഗാർലിക് ബ്രെഡായിട്ട് അങ്ങ് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ ചാനൽ. പുതിയ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം തീർച്ചയായിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ. പിന്നെ കുട്ടികൾക്ക് സ്പെഷ്യലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളൊന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ. See you with my next video. Bye.